ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ ഫൈസൽ കൊണ്ടച്ചൻ പറമ്പിൽ. ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ കൊണ്ടോട്ടിയെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ഡോക്യുമെൻ്ററിയാണ്. ഈ ഡോക്യുമെൻ്ററിയുടെ പേര് നമ്മുടെ കൊണ്ടോട്ടി. പുരോഗതിയിൽ നിന്നും പുരോഗതിയിലോട്ട് അതിവേഗം കുതിച്ചു പായുന്ന നമ്മുടെ കൊണ്ടോട്ടി ഇന്ന് കൊണ്ടോട്ടി ഒരു താലൂക്കായി മാറിയിരിക്കുന്നു. മതസൗഹാർദ്ദത്തിനു പേരുകേട്ട നമ്മുടെ കൊണ്ടോട്ടിയെക്കുറിച്ച് നമുക്ക് നെഞ്ചിൽ കൈവച്ച് അഭിമാനിക്കാം. നമ്മുടെ കൊണ്ടോട്ടിയെക്കുറിച്ച് ഒരു കൊണ്ടോട്ടിക്കാരനായതിൽ ഞാൻ ആത്മവിശ്വാസത്തോടുകൂടി ആത്മസമർപ്പണത്തോടുകൂടി നമുക്ക് ഒന്നിച്ചിരുന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാം, ഞാനൊരു കൊണ്ടോട്ടിക്കാരനാണ്. നമുക്കഭിമാനിക്കാം നമ്മുടെ കൊണ്ടോട്ടിയെക്കുറിച്ച്. നമ്മുടെ കൊണ്ടോട്ടിയൻസ് ഗ്രൂപ്പിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പുരാതന കാലത്ത് കൊണ്ടോട്ടി എന്തായിരുന്നു എന്ന ഒരു ചരിത്രത്തിലോട്ടാണ്. പുരാതന കാലത്ത് കൊണ്ടോട്ടിയിലെ ജന്മിമാരിൽ പ്രധാനികൾ തിനയഞ്ചേരി ഇളയത്ത്, തലയൂർ മൂസത്ത് എന്നിവരായിരുന്നു. ഇവരിൽ തലയൂർ മൂസത്താണ് മുസ്ലിം സാംസ്കാരികതയുടെ പ്രതീകമായി നിലനിൽക്കുന്ന പയങ്ങാടി പള്ളിക്ക് കരം ഒഴിവാക്കി സ്ഥലം നൽകിയത്. അക്കാലത്ത് ഈ പ്രദേശമത്രയും വൻ കാടും വന്യമൃഗങ്ങളുടെയും വിഹാര കേന്ദ്രവുമായിരുന്നു. ഈ സ്ഥലത്ത് പള്ളി പണിയുന്നതിന് കാട് വെട്ടിത്തെളിയിക്കുവാൻ സ്ഥലത്തെ 4 പ്രമുഖ മുസ്ലിം കുടുംബങ്ങൾ തീരുമാനിച്ചു. ഇവർ കാട്ടിലേക്ക് നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ പൊൻപണം എറിഞ്ഞു. ഈ പൊൻപണങ്ങൾ കരസ്ഥമാക്കാൻ നാട്ടുകാർ കാട് വെട്ടിത്തെളിയിച്ചു. കാട് വെട്ടിത്തെളിയിച്ച സ്ഥലം കൊണ്ടുവെട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നീടത് കൊണ്ടോട്ടിയായി മാറി. പഞ്ചായത്തിലെ ഭൂരിഭാഗം ഭൂമിയും സാമൂതിരി കോവിലകം, തലയൂർ മുസത്ത് എന്നീ ജന്മിമാരുടേതായിരുന്നു. ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നതോടെ ഈ ഭൂമികളെല്ലാം കൈവശക്കാരൻ്റെ സ്വന്തമായി മാറി. മിച്ച ഭൂമി ഭൂരഹിത കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും പതിച്ചു കിട്ടി. ഭൂവ്യവസ്ഥയിൽ വന്ന ഈ മാറ്റം സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക രംഗങ്ങളിലെ വലിയ പരിവർത്തനം വരുത്തി. കാർഷിക മേഖലയിൽ തെങ്ങ്, കവുങ്ങ് എന്നീ കൃഷികളിൽ മാത്രമേ ജനങ്ങൾ താൽപ്പര്യം കാണിക്കുന്നുള്ളൂ. നെല്ല്, മരച്ചീനി, മധുരക്കിഴങ്ങ്, പച്ചക്കറി തുടങ്ങിയവയാണ് മറ്റ് കൃഷികൾ. കൊണ്ടോട്ടിയിൽ ആദ്യകാല വിദ്യാഭ്യാസ പ്രവർത്തനം ആരംഭിക്കുന്നത് 1880 പുകലക്കോട് എന്ന സ്ഥലത്ത് ഏകാധ്യാപക സ്കൂൾ സ്ഥാപിച്ചതോടെയാണ്. ആദ്യത്തെ അധ്യാപകൻ പി അബൂബക്കർ മാസ്റ്റർ ആയിരുന്നു. ഈ ഏകാധ്യാപക വിദ്യാലയമാണ് ഇന്നത്തെ കൊണ്ടോട്ടി ഗവൺമെൻറ് UP സ്കൂൾ.